ഭർത്താവിൻ്റെ മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട നിമിഷം മുതൽ അവിടെ മുതൽക്കാണ് 4 മാസവും 10 ദിവസവും അവർ കണക്ക് കൂട്ടി ഇദ്ദ ആചരിക്കേണ്ടത്. ഈ ഒരു കാലയളവ് തുടങ്ങുമ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേകം കുളി. പലപ്പോഴും പറയും, നീ പോയി കുളിക്ക്, നീ കുളിച്ചു വാ, എന്നിട്ട് വെള്ള വസ്ത്രം ധരിക്കണം, വെള്ള തന്നെ ഉടുക്കണം. ഇനി വെള്ള കിട്ടാനില്ലെങ്കിൽ വെള്ളയിൽ കുറച്ച് കുത്തും പുള്ളിയൊക്കെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും വെള്ളയായിരിക്കണം എന്ന് പറഞ്ഞ് ഒരു വെള്ള വസ്ത്രം ആകെ ധരിപ്പിച്ച്, വെള്ള തട്ടം ധരിപ്പിച്ച്, അങ്ങനെ മുഴുവൻ വെള്ളയാകാൻ അങ്ങനെ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുന്ന ആളുകൾ എവിടെയാണ് ഇതിന് പ്രമാണത്തിൽ തെളിവുള്ളത്? അതേ അവസരത്തിൽ അവരോട് ഇസ്ലാം പറഞ്ഞു, തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്ന, അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാണല്ലോ ഒരു സ്ത്രീ അവരുടെ സൗന്ദര്യത്തിൻ്റെ എല്ലാം പ്രകടിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, ആടയാഭരണങ്ങൾ നിങ്ങൾ അണിയരുത് ഈ കാലഘട്ടത്തിൽ. വളവളപ്പുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട് വിട്ട് പുറത്തു പോകരുത്. അഥവാ പുറത്തു പോകേണ്ട അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി രാത്രിയിൽ ഭർത്തൃ വീട്ടിലേക്ക് അഥവാ എവിടെയാണോ താൻ ഇദ്ദ ഇരിക്കുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങി വരണം. ഇതാണ് ഇസ്ലാം അവരോട് പറഞ്ഞത്. സുറുമയിടരുത്, മൈലാഞ്ചി അണിയരുത്, ആ രൂപത്തിലുള്ള അലങ്കാരത്തിൻ്റെയും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുമൊന്നും ഉപയോഗിക്കരുത്. ഇതാണ് ആ വിഷയത്തിൽ അവരോട് പ്രത്യേകമായി നിർദ്ദേശമുള്ളത്. അതിലപ്പുറം അവർ അടുക്കളയിലേക്ക് വന്നുകൂടാ, ഇനി ഫോൺ അറ്റൻഡ് ചെയ്തുകൂടാ. സാധാരണഗതിയിൽ അവർ ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള അലങ്കാരങ്ങളൊന്നുമില്ലാത്ത ഏത് കളറുള്ള വസ്ത്രവും അവർക്ക് ധരിക്കാമല്ലോ, അതൊന്നും പാടില്ല എന്ന് വിധിക്കുന്നവർ. പുറത്തിറങ്ങിക്കൂടാ, ആകാശത്തേക്ക് നോക്കിക്കൂടാ, ചന്ദ്രനെ കണ്ടുകൂടാ, ഉപ്പ് തൊട്ടുകൂടാ. അതുപോലെ തന്നെ വിധവയായി കഴിഞ്ഞാൽ അവൾ നിർഭാഗ്യവതിയാണ്, അതുകൊണ്ട് തന്നെ അവളൊരു ദുശകുനമാണ്, അവളെ കാണുന്നത് ശകുനമാണ്, ലക്ഷണക്കേടാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അന്ധവിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കളറിലുള്ള വസ്ത്രവും ധരിക്കാം, എന്നാൽ അലങ്കാര പ്രകടനം ഉണ്ടാകുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കരുത് എന്ന് മാത്രമേയുള്ളൂ. അതുപോലെ തന്നെ അവർ സാധാരണ സംസാരിച്ചിരുന്ന ആളുകൾ അമുസ്ലിമീങ്ങളായ ആളുകളാണെങ്കിൽ പോലും, അമുസ്ലിം സ്ത്രീകൾക്ക് പോലും അവരെ കണ്ടുകൂടാ, വിധവയെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൂടാ, ആണുങ്ങളോട് സംസാരിച്ചുകൂടാ. ഇദ്ദയിലാണെങ്കിലും അല്ലെങ്കിലും അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിൻ്റെ വിധികളും വിലക്കുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ഇദ്ദാക്കാലത്തും അവർക്ക് സംസാരിക്കാം. വിവാഹം ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ വിവാഹാലോചനകളോ അതിൻ്റെ തുറന്നു പറയലുകളോ ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ സംസാരം ഉണ്ടാകരുത് എന്നേയുള്ളൂ. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമികമായ നിയമങ്ങൾ. ഇതിലപ്പുറമുള്ള നിയമങ്ങൾ പറഞ്ഞ് അവരുടെ മേൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈധവ്യത്തിൻ്റെ ദുഃഖവും ആ ഭാരവുമൊക്കെ ഉള്ളതിൻ്റെ പുറമെ ഈ രൂപത്തിൽ അവരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന നിയമങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എത്രത്തോളം ഒരു ജോലി ചെയ്യൽ അനിവാര്യമായ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിക്കുക, അവർക്ക് ജോലിക്ക് ലീവ് കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ജോലിക്ക് വരെ പുറത്തു പോകാം, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാം, മറ്റാരും സഹായത്തിനില്ല, ഡോക്ടറെ കാണാൻ പോകാം, ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പോകാം. അപ്പോഴൊക്കെ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവർ പുറപ്പെടേണ്ടത്. പോയാൽ രാത്രിയിൽ അവർ അവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചെത്തണം. ഇതൊക്കെ ഇസ്ലാമികമായി ഇസ്ലാമി വിഷയത്തിൽ അവരുടെ മേൽ ഒരുപാട് അവഗണനയുടെ ഒരു ഇരുട്ടുമുറിയിൽ അവരെ തന്നെ ഇങ്ങനെ തളച്ചിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങിക്കൂടാ, മുറ്റത്തിറങ്ങിക്കൂടാ, ആരുമായും കണ്ടുകൂടാ, ആരുമായി സംസാരിച്ചുകൂടാ എന്നൊക്കെ രൂപത്തിലുള്ള ചില പ്രത്യേകമായ നിഷ്കർഷകൾ, നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. എന്നാൽ ഇസ്ലാം പറഞ്ഞയിടത്ത് നിൽക്കുക, പറഞ്ഞ കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മോഡേണായി അങ്ങനെ ഒരു 4 മാസം 10 ദിവസവും കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി വലസുന്ന അല്ലെങ്കിൽ പലയിടങ്ങളിലേക്കും ടൂർ പോകുന്ന, യാത്ര പോകുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതും ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് പുറത്താണ്. എന്നാൽ ഒരു ഭാഗത്ത് അടച്ചിട്ടുകൊണ്ട് അവരുടെ മേൽ ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ നൂലാമാലകൾ അവരുടെ മേൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് അവരെ കഷ്ടപ്പെടുത്തുന്നതും ഇസ്ലാമികമല്ല. രണ്ടിൻ്റെയും ഇടയിലാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നയിടത്ത് നിൽക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂട്ടുന്ന, അവരുടെ ദുഃഖം ഘനീഭവിപ്പിക്കുന്ന, ഇരട്ടിക്കുന്ന വർത്തമാനങ്ങൾ അവരുടെ മുമ്പിൽ പറയരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും പറയും, മോളെ നിനക്ക് അത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ സമാശ്വസിപ്പിക്കാൻ പോകുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആശ്വാസ വാക്കുകൾ അത്തരം വാക്കുകൾ കൊണ്ട് അരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പോസിറ്റീവ് വശങ്ങൾ, നല്ല കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുക. ആ രൂപത്തിൽ അവരോട് കരുണ കാണിക്കുകയും സ്നേഹം കാണിക്കുകയും അവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മുന്നോട്ട് പോകേണ്ടവരാണ്
മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന ധാരണ അവരിൽ സൃഷ്ടിക്കുന്ന നിലക്കുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളുമാണ് ഉണ്ടായിത്തീരേണ്ടത്.